നല്ല ചൂട്. 3 വട്ടം പുണ്യാകം തളിച്ച പോലെ മഴ ഭയങ്കര ഇത് തന്നെ അത്. 40 വർഷം കൊണ്ട് ഞാന് എന്റെ ഇതിന്റെ കൊച്ചിനെ തൊട്ട് ഇവിടെ വരുമോ ആദ്യമായിട്ട് വരും. ഭയങ്കര സന്തോഷമുണ്ട്. അതെ, ആദ്യമായിട്ടാ നമ്മളെല്ലാം വരും വണ്ടിക്ക് കണ്ടപ്പോഴേ എല്ലാം നല്ല സന്തോഷം. വയറ് നിറച്ച ആഹാരവും കിട്ടി. ഭയങ്കര ശക്തിയാ. ഇനി അടുത്ത വർഷവും വരണം. മഴയും പൊങ്കാല കിട്ടായിരുന്നോ? സന്തോഷം. ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് തന്നെ വരാറ്? കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം വന്ന് അടുത്ത പ്രാവശ്യം വരും തോന്നുന്നില്ല. മരിച്ചു പോണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഭയങ്കര ശക്തിയാ അമ്മയെ കുറിച്ചും പിന്നെ കൊള്ളാം. രാവിലെ പൊങ്കാല ഇട്ടപ്പം വലിയ ചൂടൊന്നും തോന്നിയില്ല. സന്തോഷമായിരുന്നു. മഴയും ഇതൊക്കെ കണ്ടത് കുറെ കഴിഞ്ഞ് വെയിലായി എങ്കിലും നല്ല വേദനകളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പൊ വീണ്ടും തുടങ്ങി. ഭക്ഷണമൊക്കെ കിട്ടിയായിരുന്നു? കിട്ടിയായിരുന്നു. രാവിലെയും ഇനി അടുത്ത വർഷം കാണാം. അടുത്ത വർഷം എന്തായാലും വരും. ഇപ്പൊ ബസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നതിന്? ബസ് വണ്ടി പിടിച്ചാ വന്നെ. 40 പേര് പിടിച്ചു വന്നെ. സന്തോഷം. ഓക്കെ. പൊങ്കാല നല്ലതായിരുന്നു. ചൂടും ചൂടൊക്കെ ഭയങ്കര ചൂടായിരുന്നു. എന്നാലും സന്തോഷമായിട്ടിട്ട് വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. ഭയങ്കര ഇഷ്ടം പോലും കിട്ടി. ഇവിടെ പൊങ്കാലയ്ക്ക് വന്നാ ഒരു കുഴപ്പമില്ല. ഭക്ഷണത്തിനും വെള്ളത്തിനും എല്ലാം ദേവി ഒത്തിരി വർഷം കൊണ്ട് വരുമായിരുന്നു. ഭയങ്കര ഞങ്ങളുണ്ടെങ്കിൽ വരും കൊള്ളാം. അയ്യോ ഭയങ്കര ഇതാ. അതെ, ആദ്യമായിട്ട് വരും. ഭയങ്കര സന്തോഷമുണ്ട്. അതെ, ആദ്യമായിട്ടാ. നമ്മളെല്ലാം വരും വണ്ടിക്ക് കണ്ടപ്പോഴേ എല്ലാം നല്ല സന്തോഷം. വയറ് നിറച്ച ആഹാരവും കിട്ടി. ഭയങ്കര ശക്തിയാ. ഇനി അടുത്ത വർഷവും വരണം. മഴയും നല്ല ചൂട്. 3 വട്ടം പുണ്യാകം തളിച്ച പോലെ മഴ ഭയങ്കര ഇത് തന്നെ അത്. 40 വർഷം കൊണ്ട് ഞാന് എന്റെ ഇതിന്റെ കൊച്ചിനെ തൊട്ട് ഇവിടെ വരുമോ ഭയങ്കര ശക്തിയാ അമ്മയെ കുറിച്ചും പിന്നെ കൊള്ളാം. വളരെ സന്തോഷം. ചൂടൊക്കെ കൂടുതലല്ലേ? ചൂട് എന്നാലും കുഴപ്പമില്ല. അന്നേരം ചൂടില്ലായിരുന്നു ഇരുന്നപ്പം. പിന്നെ അത് കഴിഞ്ഞ വെയില് വന്നത്. ഭക്ഷണമൊക്കെ കിട്ടിയത്? കിട്ടി. വളരെ സന്തോഷമായിരുന്നു. ഒരു പ്രശ്നമില്ല. എന്തായിരുന്നു പൊങ്കാലയ്ക്ക്? പായസമായിരുന്നു. നിവേദിച്ചായിരുന്നു. വളരെ സന്തോഷം. ഒരു മഴ ഒന്ന് ശുദ്ധിയാക്കി ഇവിടെ. പിന്നെ അടുത്ത പ്രാവശ്യം ഇനിയിപ്പോ എങ്ങനെ പോകുന്നു? KSRTC അല്ല, ഞങ്ങളല്ലാതെ ടൂറിസ്റ്റ് ബസ് ഒന്നിച്ച് 19 പേരുണ്ട്. സന്തോഷത്തോടുകൂടിയാ പോകുന്നത്. അടുത്ത പ്രാവശ്യം അമ്മ ഞങ്ങളെ ഇതിൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതെ, എല്ലാം കൊണ്ടും നമ്മള് വേണ്ടിയായി വരുന്നേ. അമ്മയുടെ പൊങ്കാല ഇടാൻ കഷ്ടപ്പെട്ടാണെങ്കിലും വരും ചെയ്യുകയും ചെയ്യും. എല്ലാ പ്രാവശ്യം ഞങ്ങൾ തലേന്ന് വരുന്നത്. വെളുപ്പിന് 2 മണിയായപ്പോ. സ്ഥലം നേരത്തെ കൂടിയിട്ട് ഇല്ല ഞങ്ങൾ വന്നെടുക്കുക. പിന്നെ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം എടുത്തിട്ട് പോയായിരുന്നു. പൊങ്കാല കിട്ടായിരുന്നോ? സന്തോഷം. വീട്ടിൽ പോവാ? വീട്ടിൽ പോകാൻ ഇവിടെ ബസ് സ്റ്റോപ്പ് ഇത് തന്നെ. ബസ് സ്റ്റോപ്പാ? അവിടെ നിർത്താമോ? എവിടെ പോകുന്ന? വീട് എവിടെയാണോ? എന്റെ വീട് നെടുമങ്ങാട് വലിയ മല. ഒറ്റയ്ക്കാ വന്ന്? ഒറ്റയ്ക്ക് തന്നെ വരാറ്? ഒറ്റയ്ക്കേ ഉള്ളു. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം വന്ന് അടുത്ത പ്രാവശ്യം വരും. തോന്നുന്നില്ല. മരിച്ചു പോണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? സന്തോഷമായിട്ടാണ് മടങ്ങുന്നത്. ദേവിയുടെ അനുഗ്രഹമൊക്കെ കിട്ടുന്നെന്ന് വിചാരിക്കുന്നു. അതിനെന്ത് വന്നത്? ശരി അമ്മ. പോട്ടെ തന്നെ. പ്രശ്ന പൊങ്കാല എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു കേട്ടോ. ആദ്യമായിട്ടല്ലല്ലോ? ഞങ്ങൾ ഒത്തിരി കേട്ടു. എവിടുന്ന് വരുന്നത്? ഞങ്ങള് നെടുമങ്ങാട്. അത് കഴിഞ്ഞ് എങ്ങനെ തിരിച്ചു പോകുന്നു? KSRTC? ഇല്ല, കാറുണ്ട്. കാറിലാ പോകും. അടുത്ത പ്രാവശ്യം വരും, ഉറപ്പായിട്ട് വരും. ചൂടൊക്കെ കൂടുതലല്ലേ? നമുക്ക് നല്ല ഇതായിരുന്നു. അതെ. ഭക്ഷണം എല്ലാം കിട്ടി. നല്ല സൗകര്യമായിരുന്നു. സന്തോഷം. ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതെ. വർഷങ്ങളായിട്ട് കുട്ടികളെ കൊണ്ടാ വരുന്നത്.
ചോദിക്കട്ടെ, പൊങ്കാല ഇട്ടായിരുന്നോ? എന്താഗ്രഹിച്ചിട്ട് ഇട്ട പൊങ്കാല? പഠിക്കണേന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 1ാം ക്ലാസ്സിൽ. അടുത്ത പ്രാവശ്യം വരൂ ഇനി? ക്ഷീണം തോന്നി എവിടെ ഇരുന്നപ്പോ? ക്ഷീണം തോന്നിയില്ലേ? എപ്പോ വന്നപ്പോ? രാവിലെ വന്നോ? രാവിലെ അമ്മേനെ സഹായിച്ചോ പായസം ഉണ്ടാക്കാൻ? സഹായിച്ചാ? ശരി ശരി. മലയാളി വാർത്ത പറയുന്നു. വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. പൊങ്കാല സൂപ്പറായിരുന്നു. ഇത്തവണത്തെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നമുക്ക് കിട്ടി. വളരെ സന്തോഷം. ഇനിയും അടുത്ത പ്രാവശ്യം വരണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല, 5 വർഷമായി വന്നിട്ട് ഇപ്പോഴാണ് വന്നത്. വളരെ സന്തോഷം. 5 വർഷം ഗ്യാപ്പ് വരാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അല്ല പലയിടത്തായിട്ടാണ് ഇടുന്നത്. ഇപ്രാവശ്യം ഇവിടെ കിട്ടി. നല്ല ഒരു സന്തോഷകരമായ ഒരു പൊങ്കാല ഇടലായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. ഭക്ഷണമൊക്കെ നമുക്ക് കൃത്യസമയത്ത് തന്നെയാണ് കിട്ടിയത്. യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ലൊരു സമീപനവും സന്തോഷവും നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. ഓക്കെ ആനാവോട് കാറിൽ പോവും. വരുമ്പോ കാറ് കൊണ്ടുവന്നു. ഇല്ല 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 ചൂടും ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല. ചേച്ചി ആദ്യമായിട്ടാണോ ചേച്ചി? ഇല്ല ഇല്ല, കുഞ്ഞിനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ചേച്ചി സ്ഥലം എല്ലാവരും ഒരുമിച്ച് സന്തോഷം. ഭക്ഷണമൊക്കെ കിട്ടിയോ? പൊങ്കാല എല്ലാ പ്രശ്നം വരാറുണ്ട്. തിരിച്ചിങ്ങനെ പോകുന്നൊക്കെ എങ്ങനെയാ? വണ്ടിയുണ്ട്, കാറുണ്ട്. എവിടുന്ന് വരുന്നത്? തച്ചോട്ട് പായസം എല്ലായിട്ടും ഉണ്ട്. സന്തോഷം. നല്ലതായിരുന്നു. സമാധാനമായിട്ട് പൊങ്കാലയിട്ട് കാട്ടായി കുളത്തുനിന്ന് എല്ലാ വർഷവും വരും. ചൂട് വലിയ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല, വളരെ ഇതായിരുന്നു. പക്ഷെ നേദിക്കാൻ മാത്രം താമസിച്ചു പോയി. ഒരുപാട് സമയമായി നേദിക്കാത്തോട്ട്. ഭക്ഷണം എല്ലാം ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ല. അനുഗ്രഹം കിട്ടി. അടുത്ത പ്രാവശ്യം വരും. അടുത്ത പ്രാവശ്യം ഇതുപോലെ ഇരിക്കണമെങ്കിൽ വരും. അത്രയേ ഉള്ളൂ. കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമായിരുന്നു. എല്ലാത്തിനും ചെറിയ പൊടിമഴ, ഈ പൊടി ഒന്ന് ഒതുങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് തോന്നുന്നു. നല്ല ചെറിയ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് തണലും എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിച്ചിട്ട് ഇനി തിരിച്ചു മടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇനിയും വരണം, കഴിയുന്നിടത്തോളം ദിവസങ്ങളിൽ ഇനിയും വരണം. ഓൺലൈൻ അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ പൊങ്കാലയിടൽ കഴിഞ്ഞ് നിവേദ്യമൊക്കെ അർപ്പിച്ചിട്ട് ഭക്തർ മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് തലസ്ഥാന നഗരിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും അവരാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ദേവിക്ക് പൊങ്കാലയിട്ട് അർപ്പിച്ചു കഴിഞ്ഞു. അതെല്ലാം നടക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും, കണ്ണു നിറഞ്ഞാണ് ഓരോ ഭക്തർ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും KSRTC വലിയ രീതിയിൽ തന്നെ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ട് എക്സ്ട്രാ ബസ്സുകളാണ് ഇത്തവണ സർവീസിന്. അതുകൊണ്ട് യാതൊരു തരത്തിൽ അവർക്ക് ബസ്സിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ബസ്സിൽ നമുക്ക് പോകുന്നതെന്ന് കാണാൻ സാധിക്കും. മനസ്സും ശരീരവും എല്ലാം ശുദ്ധിയാക്കി ദേവിക്ക് പൊങ്കാല അർപ്പിച്ചിട്ട് എല്ലാം സന്തോഷത്തോടു കൂടിയിട്ടാണ് തങ്ങളുടെ ആഗ്രഹം നടക്കും, തങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും മടങ്ങുന്നത്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അടുത്ത പൊങ്കാലയ്ക്ക് തീർച്ചയായിട്ടും വരും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് ഓരോരുത്തരും മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു വർഷത്തേക്ക് നമുക്ക് കാത്തിരിക്കാം.